ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് 4ൻ്റെ ആൻസേഴ്സാണ് നോക്കുന്നത്. പാർട്ട് 4ൽ നമ്മൾ 3 സ്കോറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി എന്നുള്ളതായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആ റിലേഷൻ പഠിച്ചിരുന്നു. കെ പി ആൻഡ് കെ സി തമ്മിലുള്ള റിലേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചതുമാണ്. കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എൻ എന്നും കൊടുക്കാറുണ്ട്. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ബേസ്ഡ് ഓൺ പാർഷ്യൽ പ്രഷർ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ബേസ്ഡ് ഓൺ കോൺസെൻട്രേഷൻ, ആർ ഇസ് ദ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, ടി ഇസ് ദ ടെമ്പറേച്ചർ, ഡെൽറ്റ എൻ സ്പെസിഫിക് ആയിട്ട് ഓർത്തോണം. ഡെൽറ്റ എൻ ഈസ് ദി നമ്പർ ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് ഗേഷ്യസ് റിയാക്റ്റൻസ്. നമ്മളൊരു പെർട്ടിക്കുലർ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റിയാക്റ്റൻസും പ്രോഡക്റ്റും കാണും. അവരുടെ ഗേഷ്യസ് പ്രോഡക്ട്സിൻ്റെ എണ്ണം മൈനസ് ഗേഷ്യസ് റിയാക്റ്റൻസിൻ്റെ എണ്ണം എന്നുള്ളതാണ് ഡെൽറ്റ എൻ. അപ്പോൾ ഇത് വെച്ചുള്ള പ്രോബ്ലം ആയിരുന്നു നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചത്. പരീക്ഷയ്ക്ക് നമുക്ക് ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം. വളരെ ഒരു വർഷം ഇത് തമ്മിലുള്ള റിലേഷനും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഡെറിവേഷൻ ഓർമ്മയിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷനെങ്കിലും എഴുതി വെക്കണം. കെ പി സിക്കൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു ജനറൽ റിയാക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ നമ്മളിവിടെ എടുക്കുന്നു. ജനറൽ റിയാക്ഷൻ എ മോൾസ് ഓഫ് എ റിയാക്ട്സ് വിത്ത് ബി മോൾസ് ഓഫ് ബി ഗിവ് സി മോൾസ് ഓഫ് സി ആൻഡ് ഡി മോൾസ് ഓഫ് ഡി. അതായത് നമ്മൾ പൊതുവെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാകും. ദാറ്റ് ഈസ് നൈട്രജൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ടു ഫോം അമോണിയ മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ഇതിൻ്റെ നൈട്രജൻ ഗേഷ്യസ് സ്റ്റേജ് ആണ്, ഹൈഡ്രജൻ ഗേഷ്യസ് സ്റ്റേജ്, അമോണിയയും ഗേഷ്യസ് ഫോമിലാണ്. ഇനി ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 2 കൊടുക്കും, 2 ദെൻ ഹൈഡ്രജൻ 6 വരണം, അപ്പോൾ 3 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ 1 മോൾ ഓഫ് നൈട്രജൻ റിയാക്ട്സ് വിത്ത് 3 മോൾ ഓഫ് ഹൈഡ്രജൻ ടു ഗിവ്സ് 2 മോൾ ഓഫ് അമോണിയ എന്നതാണ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ റിയാക്ടൻസ് ഗേഷ്യസ് ഫോമിലാണ്, പ്രോഡക്ട്സും ഗേഷ്യസ് ഫോമിലാണ്. എപ്പോഴും അങ്ങനെ ആവണമെന്നൊന്നുമില്ല. നമ്മളിവിടെ എടുത്തത് റിയാക്റ്റൻറ്റും പ്രോഡക്ട്സും ഗേഷ്യസ് ഫോമിലാണെന്ന് മനസ്സിലാക്കുക. ദെൻ ഇതിന് പകരം ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷന് പകരം ജനറൽ ആയിട്ടൊരു റിയാക്ഷൻ എടുത്തിരിക്കുന്നു. ദാറ്റ് ഈസ് എ മോൾസ് ഓഫ് എ പ്ലസ് ബി മോൾസ് ഓഫ് ബി ഗീവ്സ് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ദിസ് ഇസ് ഓൾസോ റിവേഴ്സിബിൾ റിയാക്ഷൻ. സി മോൾസ് ഓഫ് സി പ്ലസ് ഡി മോൾസ് ഓഫ് ഡി എന്ന് പറയുന്ന പ്രോഡക്ട്സുമാണ്. ഇങ്ങനൊരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ കേസിലാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് പറയുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ എന്നാണ് എഴുതുന്നത്. ഫസ്റ്റ് നമ്മൾ കോൺസെൻട്രേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതുക. കെ സി സഫിക്സ് ആയിട്ട് സി കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ആണ് എടുക്കേണ്ടത്. പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സിയും ഡിയുമാണുള്ളത്. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സി. അത് എത്ര മോളിൻ്റെയാണ്? സി മോൾസിൻ്റെ. അപ്പോൾ റേസ് ടു പവറായിട്ട് സി കൊടുക്കുക ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സിനകത്ത് വരുന്നത് ഡിയുമുണ്ട്, ഡി റേസ് ടു ഡി. അപ്പോൾ അവർ രണ്ടുപേരുടെയും കൂടെ പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷനുകളുടെ പ്രോഡക്റ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എടുക്കണം. റിയാക്ടൻസ് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന റിയാക്ടൻ്റ് ഉണ്ട്, അതിൻ്റെ മോൾസ് എ മോളുണ്ട്, ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ദറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു അതിൻ്റെ മോൾസ്, നമ്പർ ഓഫ് മോൾസ്. ഇതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കെ സി, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ സി. അത് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ദെൻ ഈ എടുത്തിരിക്കുന്ന ഗേഷ്യസ് റിയാക്ടൻസും പ്രോഡക്ട്സും ആണെങ്കിൽ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ബേസ്ഡ് ഓൺ പാർഷ്യൽ പ്രഷറിലും എഴുതാൻ പറ്റും. അപ്പോൾ കെ പി ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് വേണ്ടത് ഈ എ ബി സി ഡി ഇവരുടെയൊക്കെ പാർഷ്യൽ പ്രഷേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഗേഷ്യസ് സബ്സ്റ്റൻസ് ആണെങ്കിൽ ഇവർക്ക് ഓരോരുത്തർക്കും ഒരു പാർഷ്യൽ പ്രഷേഴ്സ് ഉണ്ടായിരിക്കും. എ എന്ന് പറയുന്ന കമ്പോണൻ്റ് പ്രഷറുണ്ട്. ഈ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, അതായത് എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്ത് സിയും ഡിയും കിട്ടുമ്പോൾ മൊത്തത്തിലുള്ളൊരു സിസ്റ്റം ഉണ്ട്. ഈ പെർട്ടിക്കുലർ സിസ്റ്റത്തിനൊരു പ്രഷർ ദാറ്റ് ഈസ് പ്രഷർ ഓഫ് പെർട്ടിക്കുലർ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ അതിന് ഓരോ കമ്പോണൻറ്റിനും ഒരു പ്രഷർ ഉണ്ടായിരിക്കും. അതിനെ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയും. പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്ന കമ്പോണൻറ്റിന് ഒരു പാർഷ്യൽ പ്രഷർ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് അതിനെ നമ്മൾ പി എ എന്നെടുക്കാം. സഫിക്സ് ആയിട്ട് എ കൊടുത്താൽ മതി. ബിയുടെ പാർഷ്യൽ പ്രഷർ പി ബി, ദെൻ സിയുടെ പാർഷ്യൽ പ്രഷർ പി സി, ഡിയുടെ പാർഷ്യൽ പ്രഷർ പി ഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ടേമിന് പകരം ഇൻ ടേംസ് ഓഫ് പ്രഷറിലും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എഴുതാം. ദാറ്റ് ഈസ് പി സി ആണ് സിയുടെ അത് വരുന്നത്, റേസ് ടു സി ഇൻറ്റു പി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ എയുടെ സ്ഥാനത്ത് പി എ റേസ് ടു എ ഇൻറ്റു പി ബി റേസ് ടു ബി എന്ന് കിട്ടും. ദാറ്റ് ഈസ്
നമുക്കിവിടെ കിട്ടിയേക്കുന്നുണ്ട് കെ പി ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഇത് തന്നെ ഈ റിലേഷൻ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദറ്റ് ഈസ് കെ സിയും കിട്ടി കെ പിയും കിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇപ്പോൾ ഗേഷ്യസ് സിസ്റ്റമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഗേഷ്യസ് സിസ്റ്റത്തിൻ്റെ കേസിൽ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. ഇത് പഠിച്ചു വെച്ചേക്കണം. ഗേഷ്യസ് സ്റ്റേറ്റിനകത്ത് നമുക്ക് വേണ്ട ഒരു ഇക്വേഷനാണ് റൈറ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ റിലേഷൻ ഉണ്ട്, പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. പ്രഷർ ടേം, അതായത് നമുക്കറിയാം ഇത് കോൺസെൻട്രേഷൻ ടേം ആണ്, ഇത് പ്രഷർ ടേം ആണ്. നമുക്ക് ആകെ രണ്ട് ടേമേ തന്നിട്ടുള്ളൂ, ഒന്ന് കോൺസെൻട്രേഷൻ ടേമും മറ്റൊന്ന് പ്രഷർ ടേമും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പ്രഷർ ടേം കാൽക്കുലേറ്റ് ചെയ്യുന്നു. പി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ബൈ വി. ഇത് ഡിനോമിനേറ്ററിലേക്ക് വരുന്നു, എൻ ആർ ടി ബൈ വി. എൻ ആർ ടി എന്ന് പറയുന്നത് എൻ ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വി ഈസ് ദ വോളിയം. ഇതാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഇത് കോൺസെൻട്രേഷനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ആണ്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇസ് ദി കോൺസെൻട്രേഷൻ. നമുക്ക് കോൺസെൻട്രേഷൻ ടേം എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെ സി എന്ന് കൊടുത്തു, കോൺസെൻട്രേഷൻ എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ സി എന്ന് കൊടുത്തു. സി ഇത്രയും ടേം സി എന്ന് കൊടുത്തു, സി ഇൻറ്റു ആർ ടി. അപ്പോൾ നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് എ കമ്പോണൻ്റ് ആണ് എടുക്കുന്നതെങ്കിൽ പാർഷ്യൽ പ്രഷർ, ഇതിപ്പോൾ ജനറലായിട്ട് ഉള്ള പ്രഷറാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ അതിന് പകരം നമ്മൾ ദറ്റ് ഈസ് ഇ പി, ദറ്റ് ഈസ് പാർഷ്യൽ പ്രഷർ ഓഫ് എ എടുക്കാം. നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് ബി കൺസിഡർ ചെയ്യാം. ദെൻ പാർഷ്യൽ പ്രഷർ ഓഫ് സി, ലാസ്റ്റിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഡി. ഇത്രയും കമ്പോണൻസ് ആണ് വരുന്നത്. അതായത് പിയുടെ റിലേഷൻ പി ഈസ് ഈക്വൽ ടു എൻ ബൈ വി ആർ ടി എന്ന് കിട്ടി. എൻ ബൈ വി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ ഇനി ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കണം. പാർഷ്യൽ പ്രഷർ ഓഫ് എ, പാർഷ്യൽ പ്രഷർ ഓഫ് ബി, പാർഷ്യൽ പ്രഷർ ഓഫ് സി, പാർഷ്യൽ പ്രഷർ ഓഫ് ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു പി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ. അപ്പോൾ എയുടെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് കൊടുക്കുക. എയുടെ കോൺസെൻട്രേഷൻ, ദിസ് ടൈം ഈസ് കോൺസെൻട്രേഷൻ എന്നാണ് കാണിക്കേണ്ടത്. ഇത് കോൺസെൻട്രേഷനെ കാണിക്കുന്ന ടേമാണ്. കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ആർ ടി എന്ന് എടുക്കാം. അപ്പോൾ ബിയുടെ കേസിലാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു ആർ ടി, സി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി, ഡി എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി നമുക്ക് ഇക്വേഷൻ എടുക്കാം. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പഠിച്ചു വെച്ചേക്കുന്ന കെ സിയും അറിയാം, നമുക്ക് കെ പി അറിയാം. കെ പി എന്ന് പറയുന്ന ഇക്വേഷൻ കെ പി ഇസ് ഈക്വൽ ടു പി സി പി ഡി പി എ പി ബി. അത് ഇത്രയും നമ്മളിവിടെ കണ്ടുപിടിച്ചു. അതവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് പി സി. പി സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ടി എന്നാണ് കിട്ടുന്നത്. ഇവിടെ പി സി റേസ് ടു സി എന്നുണ്ട്, ദ ഹോൾ റേസ് ടു സി എന്ന് കൊടുക്കുക. സ്മോൾ ലെറ്റർ സി നമ്പർ ഓഫ് മോൾസ് ആണ്. ദെൻ പി ഡിയുടെ സ്ഥാനത്ത് നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു ആർ ടി, ദ ഹോൾ റേസ് ടു ഡി, ഹോൾ ഡിവൈഡഡ് ബൈ ദെൻ പി എയും പി ബിയും ഉണ്ട്. പി എ എന്ന് പറയുന്ന എ, കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ആർ ടി റേസ് ടു എ, പാർഷ്യൽ പ്രഷർ ഓഫ് ബി, പി ബി ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു ആർ ടി റേസ് ടു ബി എന്ന് കിട്ടും. ഇതാണ് കെ പിയുടെ റിലേഷൻ ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷനിൽ കിട്ടിക്കഴിഞ്ഞു. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് സി, കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി എന്നെടുക്കാം, ഇൻറ്റു ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി എന്നെടുക്കാം. ദാറ്റ് ഈസ് ഇൻറ്റു ഇവിടെ ആർ ടി, അവിടെ വരുന്നതെന്ന് വെച്ചാൽ ആർ ടി റേസ് ടു സിയും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനാണ് ഇതെല്ലാം. ആർ ടി റേസ് ടു സി ഇൻറ്റു ആർ ടി റേസ് ടു ഡി എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കോമൺ ആയിട്ട് നമുക്ക് എന്തെടുക്കാം, ആർ ടി റേസ് ടു സി ഇൻറ്റു ഡി, ദാറ്റ് ഈസ് സി പ്ലസ് ഡി. ഇത് ഓർത്തോണം. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്ന പോലെ എ റേസ് ടു എം പ്ലസ് എൻ എന്നെടുക്കാം. അപ്പോൾ എയുടെ സ്ഥാനത്ത് ഇവിടെ ആർ ടി വരും, ആർ ടി റേസ് ടു സി പ്ലസ് ഡി എന്ന് വരും. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ടേം എന്ത് വരും നോക്കുക. എ റേസ് ടു എ, കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. അതേപോലെ ഇവിടെയും എന്ത് വരും, ആർ ടി റേസ് ടു എ ഇൻറ്റു ആർ ടി റേസ് ടു ബി എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്ന് കിട്ടും. ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന റിലേഷൻ. ഇവിടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഇത് കെ പി ആണ്. ഇത്രയും പോയിന്റ്സ്, അതായത് സി റേസ് ടു സി, ഡി റേസ് ടു ഡി ഡിവൈഡ് ബൈ എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി, ഇത്രയും ടേം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. കെ സിയുടെ വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ പി ഈസ് ഈക്വൽ ടു ഇത്രയും പാർട്ട് എന്ന് പറയുന്നത് കെ സി ആണ്. കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി ഡിവൈഡ് ബൈ ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി പ്ലസ് ഡി മൈനസ്, ഇത് ന്യൂമറേറ്റർ ചെല്ലുമ്പോൾ മൈനസ് ആകും, എ പ്ലസ് ബി ബ്രാക്കറ്റിലിടുക, മൈനസ് എ പ്ലസ് ബി. അതായത് നമ്മൾ പഠിച്ചതനുസരിച്ചാണെങ്കിൽ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ പഠിച്ചിട്ടുണ്ട്. എ റേസ് ടു എം മൈനസ് എൻ, എയുടെ സ്ഥാനത്ത് ആർ ടി ആണ്. ആർ ടി റേസ് ടു സി പ്ലസ് ഡി, എമ്മിൻ്റെ സ്ഥാനത്ത് സി പ്ലസ് ഡി, ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്നിൻ്റെ സ്ഥാനത്ത്. ദറ്റ് ഈസ് ഇത് ന്യൂമറേറ്റർ ചെല്ലുമ്പോഴത്തേക്ക് മൈനസ് ആയിട്ട് മാറും, സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി. ദറ്റ് ഈസ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. കെ പി ഇസ് ഈക്വൽ ടു, ഇവിടെ കിട്ടിയ ഇക്വേഷനാണ് കെ പി ഇസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു, നമുക്ക് കിട്ടിയേക്കുന്നത്
സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി എന്നാണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു, ഇവർ തമ്മിൽ ഡിഫറൻസ് നമുക്ക് ഡെൽറ്റ എൻ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയ സമയത്ത് ഇവിടെ പറഞ്ഞു എ മോൾസ് ഓഫ് എ, ബി മോൾസ് ഓഫ് ബി. ഇത് രണ്ടുപേരും റിയാക്ടൻസിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ റിയാക്ടൻ നമ്പർ ഓഫ് മോൾസ്. ഇവിടെയാണെങ്കിൽ സി മോൾസ് ഓഫ് സി ആൻഡ് ഡി മോൾസ് ഓഫ് ഡി, ദാറ്റ് ഈസ് പ്രോഡക്ട്സിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സി പ്ലസ് ഡി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് ആണ്. ഇതെല്ലാം ഗേഷ്യസ് റിയാക്ടൻസും പ്രോഡക്ട്സും തന്നെയാണ് എടുത്തിരിക്കുന്നത്. സി പ്ലസ് ഡി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് എ പ്ലസ് ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഡെൽറ്റ എൻ എന്ന് കൊടുക്കുന്നു. നമുക്ക് ചില ടെസ്റ്റുകളെ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എൻ എന്നും കൊടുക്കും. കറക്റ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ പ്ലസ് വരികയാണെങ്കിൽ പ്ലസ് ഡെൽറ്റ എൻ, മൈനസ് വരുവാണെങ്കിൽ മൈനസ് ഡെൽറ്റ എൻ എന്നൊരു കോൺസെപ്റ്റിലാണ് അങ്ങനെ കൊടുക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ഇട്ട് മാത്രമുള്ള പ്രോബ്ലംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമിൻ്റെ വീഡിയോയും ഉണ്ട്, അത് ഇതിൻ്റെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ ഡെറിവേഷൻ ഒന്ന് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കണ്ട് നന്നായി പഠിച്ച് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.